എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകേണ്ടത് ആരോടാണ്? എനിക്ക് കുറെ ആൾക്കാരുണ്ട് ഇവിടെ, ജ്യേഷ്ഠണ്ട്, അനുജണ്ട്, ഉമ്മണ്ട്, വാപ്പണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഏറ്റവും ബന്ധം ഉണ്ടാവേണ്ടത് ആരോടാണ്? ഒന്നാമത് പറഞ്ഞു ഉമ്മുക്ക. പണ്ഡിതന്മാര് പറയുന്നു, കാരണം ആ ഉമ്മ നിന്നെ ഗർഭം ചുമന്നല്ലോ. ഗർഭത്തിന്റെ ആലസ്യം നമുക്കറിയണമെങ്കിൽ നമ്മുടെ ഭാര്യ ഗർഭിണിയാവണം. അത് കണ്ടവരായിരിക്കും നമ്മളൊക്കെ. ഭാര്യക്ക് തിരിയാൻ കഴിയില്ല, മറിയാൻ കഴിയില്ല, അവർക്ക് നല്ല ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആ വേവലാതിയോടെ, കണ്ണീരോടെ, ആ പ്രയാസത്തോടെ 10 മാസം നമ്മുടെ സന്താനത്തെ നമ്മുടെ ഭാര്യ ഗർഭം ചുമക്കുമ്പോ അതിന്റെ പ്രതിസന്ധികൾ നമ്മുടെ ഭാര്യയിൽ നമ്മൾ കാണുമ്പോ അല്ലാ, എന്റെ ഉമ്മ എനിക്ക് ഇതുപോലെ ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, എന്റെ ഉമ്മ ഇതുപോലെ എനിക്ക് വേദന സഹിച്ചിട്ടുണ്ടല്ലോ, എന്റെ ഉമ്മ ഇതുപോലെ തിരിയാൻ കഴിയാതെ, മറിയാൻ കഴിയാതെ ഛർദിലുകൾ സഹിച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. പിന്നെ ആരാണ് നബിയേ? വീണ്ടും പറഞ്ഞു ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. കാരണം നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചല്ലോ. വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? പിന്നെയും നിന്റെ ഉമ്മയാ. ആ ഉമ്മയല്ലയോ നിന്നെ മുലയൂട്ടിയത്? തീരൂല കടപ്പാട്. ഇതിനെന്താ നമ്മൾ പകരം നൽകുക? പകരം നൽകാൻ ഒന്നുമില്ല. ഒരാൾ നബിയുടെ മുമ്പിൽ വന്ന് തർക്കിച്ചു, ഒരു മാതാവും ഒരു പിതാവും. ഇന്നിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇടക്കിടക്ക്. പ്രശ്നം എന്താണ്? കുട്ടിയെ എനിക്ക് വേണം എന്നുള്ളതാണ് തർക്കം. ഇന്നുണ്ടാവും ചില ഡൈവേഴ്സ് കേസുകളിലൊക്കെ ഉണ്ടാവും. മോനെ വിട്ടുകിട്ടാനും മോളെ വിട്ടുകിട്ടാനൊക്കെ വലിയ കേസ് ഉണ്ടാവും, അല്ലേ? അപ്പോ നബിയുടെ മുമ്പിൽ വന്നിട്ട് രണ്ടാളും തർക്കിക്കാണ്. വാപ്പ പറഞ്ഞു എനിക്ക് വേണം എന്റെ മോനെ. അപ്പോ ഉമ്മ പറഞ്ഞു നബിയെ കൊടുക്കരുത്, ആ കുട്ടിയെ എനിക്ക് വേണം. വാപ്പ പറഞ്ഞു നബിയെ വലദീ ഖറജ മിൻ സുൽബി, ഇത് എന്റെ കുട്ടിയാണ്. വാപ്പയുടെ അവകാശവാദം, എന്റെ മോനാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു പൊന്നുമോനെ, അല്ലാഹുവിന്റെ റസൂലേ, ആ കുട്ടി അയാളുടേതാണെന്ന് അയാൾ പറഞ്ഞു. ശരി, പക്ഷെ അയാൾ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? അയാള് വളരെ ലഘുവായിട്ടാണ് ആ കുഞ്ഞിനെ ചുമന്നിട്ടുള്ളത്. അയാൾ ആ കുഞ്ഞിനെ എന്നിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അയാളുടെ കാമവികാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കഠിനമായ പ്രയാസം സഹിച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ ഗർഭം ചുമന്നത്. വളരെ പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ഈ കുഞ്ഞിനെ മാതാവിന് കൈമാറി എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമ്മ സഹിച്ച കഷ്ടപ്പാടുകൾ നമ്മൾ ഓർത്തെടുക്കണ്ടേ? എന്നിട്ട് ആ ഉമ്മയുടെ ജീവിതത്തിൽ നമ്മൾ സാന്ത്വനമായിട്ട് മാറണ്ടേ? ഒരാൾ നബിയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ഉമ്മയോടാണോ ബാപ്പയോടാണോ വലിയ കടപ്പാട് കാണിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, അല്ലതീ ഹമലത് ബൈനൽ ജംബൈൻ, ശരീരത്തിന്റെ 2 ഭാഗങ്ങൾക്കിടയിൽ നിന്നെ ചുമന്നതാരോ? അല്ലേ? നമ്മളിന്ന് വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഭക്ഷണവും നമ്മുടെ തുടക്കത്തിലെ ഭക്ഷണം ഏതായിരുന്നു? ആദ്യത്തെ ഭക്ഷണം ഏതാ? ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള രക്തം, അതല്ലേ? ഉമ്മ നേർക്കൊരു ചവിട്ട് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാലുകൊണ്ട് ഉമ്മയെ ചവിട്ടുന്നില്ലെങ്കിലും നിലത്ത് ചവിട്ടുന്ന മക്കളെ, നിങ്ങൾ ചവിട്ടാൻ ഉപയോഗിക്കുന്ന ആ കാലുകളുടെ ഒരൽപ്പം മുകളിലായി ഒരടയാളം, ഒരു മുദ്ര അല്ലാഹു നിങ്ങളുടെ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. അത് പൊക്കിൽ കൊടിയുടെ അടയാളമാണ്. എന്താ പൊക്കിൽ കൊടി? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളുടെ വളർച്ചയ്ക്കാവശ്യമായ രക്തം ആ പൊക്കിൽ കൊടിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നത്, അല്ലേ? റസൂലുള്ള പറഞ്ഞു, വഅർലഅത് ബിസ്സദീൻ, 2 മുല ഉപയോഗിച്ച് നിന്നെ ഊട്ടിയതാരോ അവർക്കാണ് നീ ഖിദ്മത്ത് ചെയ്യേണ്ടത്. ആരാണത് ഒഴിവാക്കുക?
ഇന്നത്തെ തലമുറക്ക് വലിയ ഒരു പ്രശ്നമുണ്ട്. ഇന്നത്തെ തലമുറ രണ്ട് കാര്യങ്ങൾക്ക് തയ്യാറാകുന്നില്ല. പ്രസവിക്കുവാനും ഗർഭം ചുമക്കാൻ തയ്യാറാകുന്നുണ്ട്, പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല, അപ്രകാരം മുലയൂട്ടാനും തയ്യാറാകുന്നില്ല. കാസർഗോഡൊക്കെ അതുണ്ടോന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, ഇവിടെ എത്ര പ്രസവം നടന്നു? 20 പ്രസവം. അതിൽ നോർമൽ 1, സിസേറിയൻ 19. കാരണം എന്താ? ഡോക്ടർമാരോട് ചീത്ത പറഞ്ഞ ഡോക്ടർമാരോട് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഇത് ഞങ്ങൾ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തതല്ല, അവരിങ്ങോട്ട് പറഞ്ഞതാന്ന് പറയും. സിസേറിയൻ ആയിക്കോട്ടെ, എന്നാ 2 or 3 ക്ലോസ് ചെയ്യുമല്ലോ, പ്രസവം നിർത്തുമല്ലോ, അതൊരു സൗകര്യം. മാത്രല്ല വേദന അനുഭവിക്കണ്ടല്ലോ എന്നുള്ള. പഴയ കാലത്തുള്ള ഉമ്മമാര് പറയും, ഞാൻ നിന്നെ നൊന്തു പ്രസവിച്ചതാണ്, ആ നോവ് പോലും അനുഭവിക്കാൻ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ലത്രേ. മറ്റൊന്ന് മുലയൂട്ടലാണ്. ഉമ്മ, നമ്മുടെ മേൽ ഉമ്മാക്ക് മക്കളോടുള്ള ബാധ്യതയിൽ പ്രധാനപ്പെട്ടതാണ് ആ മുലയൂട്ടലിന്റെ പ്രസവിച്ചതിന്റെ പ്രഥമഘട്ടത്തിലുള്ള പാല് കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നത് നിർബന്ധമാണ്. പണ്ഡിതന്മാര് പറയുന്നു അത് ആദ്യത്തെ 7 ദിവസം വരുന്നതാണ്, ചിലർ പറയുന്നു അത് 10 ദിവസം വരുന്നതാണ്. ഏതായാലും പ്രഥമമായിട്ട് മുലയിൽ നിന്ന് വരുന്ന ആ പാല് കോളസ്ട്രം എന്നാണ് അത് അറിയപ്പെടുക. അതിൽ ഭയങ്കര പോഷകങ്ങളാണെന്നാണ്. ചിന്തിച്ചു നോക്കൂ, ശരീരത്തിന്റെ ഏത് ദ്വാരത്തിലൂടെ വരുന്നതും വേസ്റ്റാണ്. മൂക്കിലൂടെ വരുന്നത്, വായിലൂടെ വരുന്നത്, അപ്രകാരം ഏത് ദ്വാരങ്ങളിലൂടെ വരുന്നതാണെങ്കിലും വേസ്റ്റാണ്. ഏതൊഴികെ? മുലയിലൂടെയുള്ളതൊഴികെ. അല്ലാഹു വലിയ കാരുണ്യം ചെയ്തതല്ലേ അത്? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ച് അവൻ ആദ്യത്തെ 18 മാസത്തിന്റെ ഉള്ളിലാണ് അവന്റെ എല്ലുകളും പല്ലുകളും ഇങ്ങനെ ഉറപ്പുള്ളതായി മാറുന്നത്, അവന്റെ നാഡീവ്യൂഹങ്ങൾ രൂപപ്പെടുന്നത്, അവന്റെ ബുദ്ധി ഉറക്കുന്നത്, അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. എവിടുന്ന അതിനുള്ള ഭക്ഷണം കിട്ടുക? നമ്മളെപ്പോലെ ചിക്കനും മട്ടനൊക്കെ കഴിക്കാൻ ആ കുട്ടിക്ക് കഴിയോ? പല്ലുണ്ടോ? തൊണ്ട അതിനായിട്ടുണ്ടോ? ഇല്ല. അവന്റെ വായയിലേക്കും തൊണ്ടയിലേക്കും അവന്റെ ആമാശയത്തിലേക്കും അനുയോജ്യമായ എല്ലാ പോഷകങ്ങളുള്ള ഒരേ ഒരു ഭക്ഷണം മാതാവിന്റെ മുലപ്പാല. എന്താ നമ്മൾ പകരം കൊടുക്കുക? അല്ലേ? താലോല പാട്ടുകൾ പോലെ വേറൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെപ്പോലെ മറ്റൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഉമ്മാന്റെ കലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. പുതമതിയായി മുത്ത് മുഹമ്മദിൻ തുമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആയിടുമോ? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിലൊന്നാണ് وأطاع الرجل امرأة وأقى أمه وأدنى صديقه وأقصى أباه. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, وأطاع الرجل امرأة, ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുക. പിന്നെയോ ഉമ്മയെ അവഗണിക്കുകയും ചെയ്യുക. അവന്റെ കൂട്ടുകാരനെ അടുപ്പിക്കുകയും അവന്റെ വാപ്പയെ അവഗണിക്കുകയും ചെയ്യുക. ഞാനിവിടെ വന്നപ്പോൾ സിദ്ദീഖും അതുപോലെ
ഫാറൂഖ് ഒക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ 100% ഗൾഫിലുള്ള ആളുകളാണ് എന്ന്. ഈ ഇരിക്കുന്നവരിൽ പലരും ഗൾഫ് റിട്ടേണേഴ്സ് ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മക്കൾ ഗൾഫിലുണ്ടാകും, നമ്മളൊക്കെ ഗൾഫിലായിരിക്കും. ഗൾഫിൽ നമ്മൾ പോകുന്നത് ആങ്കാരത്തോടെയോ ആംഭാവത്തോടെയോ അല്ല. ഒരുപക്ഷേ കല്യാണം കഴിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ പോകുന്നത് തന്നെ റബ്ബേ എന്റെ ഉമ്മാക്ക് സംരക്ഷണം നൽകണമല്ലോ, എന്റെ വാപ്പാക്ക് സംരക്ഷണം നൽകണമല്ലോ, വാപ്പാക്ക് പ്രായമായല്ലോ. ഗൾഫിലൂടെ നടന്നു പോകുമ്പോ ദുബൈയിലെ മാർക്കറ്റിൽ അവിടെയുള്ള പച്ചക്കറി കടകളിൽ ബക്കാലകളിലൊക്കെ പോകുമ്പോ അവിടെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോ അവർ പറയാറുണ്ട്, മോനെ നീ വന്നിട്ട് എത്ര കൊല്ലമായി? ഞാൻ 3.5 കൊല്ലമായി. നാട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല, 3.5 കൊല്ലമായി നാട്ടിൽ പോയിട്ടില്ല. എന്താ നീ പോവാത്തത് ചോദിക്കുമ്പോ അവൻ പറയും, അതെന്റെ വാപ്പ രോഗിയാണ്. വാപ്പാ എല്ലാ ആഴ്ചയിലും വാപ്പാക്ക് ഒരു 500-1000 രൂപയുടെ മരുന്ന് വേണം. ഒരു മാസത്തിൽ 10,000-4,000-5,000 രൂപയുടെ മരുന്ന് വേണം. ഞാൻ നാട്ടിൽ പോയാ നടക്കൂല. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങനെ വാപ്പായ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, ഉമ്മാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്, അനുജനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പെങ്ങന്മാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊല്ല പ്രിയപ്പെട്ട എത്രയോ ചെറുപ്പക്കാരവിടെ ചോര നീരാക്കി അധ്വാനിക്കുന്നുണ്ട്. പിറന്ന നാടൊന്ന് കാണാൻ പള്ളിപ്പുഴയിലെ പള്ളിയങ്കണത്തിൽ വാള് നടക്കുമ്പോ അവിടെ ഒന്ന് വരാൻ കഴിയാതെ നാടിന്റെ ഓർമ്മകൾ കണ്ണീരോടെ ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കയ്യേച്ച് സഹായിച്ചുകൊണ്ട് ഗൾഫിൽ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പലപ്പോഴും കല്യാണം കഴിച്ചാൽ അവന് ഭാര്യയായി കഴിഞ്ഞ പിന്നെ ഇതൊക്കെ മറന്നു പോവാണ്. നിങ്ങൾ പറയും ഞാൻ ഫാമിലി സഹിതം ഗൾഫിലാണ് എന്ന്. ചെറുപ്പക്കാരൻ പറയും ഞാൻ ഫാമിലി സഹിതം ഗൾഫിലാണ്. ആരാണ് നിന്റെ ഫാമിലി? നീ പറയും എന്റെ ഭാര്യയും എന്റെ മക്കളും. ഇതാണോ നിന്റെ ഫാമിലി? അല്ല പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീ പറയും നിന്റെ ജ്യേഷ്ഠൻ നോക്കിക്കോട്ടെ, നിന്റെ അനുജൻ നോക്കിക്കോട്ടെ. വേണ്ട വേണ്ട, നിന്റെ ഉമ്മാക്ക് സംരക്ഷണം നൽകാതെ എന്ത് ഫാമിലിയാ നിനക്കുണ്ടാകുന്നത്? ഗൾഫിൽ പോയാൽ പിന്നെ നിരവധി ഫോണുകൾ ചെയ്യും നമ്മള്. ഭാര്യക്ക് ഫോൺ ചെയ്യും. പ്രത്യേകിച്ച് ആ ഗൾഫിൽ നിന്ന് വളരെ കുറഞ്ഞ പൈസക്ക് വിളിക്കാനുള്ള സംവിധാനം ഉണ്ടായപ്പോ, വാട്സാപ്പുകൾ നമുക്കിടയിൽ സജീവമായപ്പോ നമ്മൾ ഇങ്ങനെ ഫോണിൽ വിളിക്കും. ഭാര്യയോട് ചോദിക്കും, അവള് പായസം വെച്ചത് പറയും, അതിലൂടെ ഒരു കാക്ക പാറിപ്പോയത് പറയും, അവിടെ കുട്ടി അവിടെ നിന്ന് വഴുതി വീണത് പറയും. എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും മറക്കപ്പുറത്ത് നിന്നുകൊണ്ട് നിന്റെ സംസാരം കേൾക്കുന്ന, നിന്റെ ഭാര്യ നിന്നോട് കൊഞ്ചിക്കുഴയുന്നത് കേൾക്കുന്ന, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണീരുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ പ്രയാസമുണ്ടല്ലോ. ഉമ്മ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ, ഉമ്മ നിങ്ങൾക്ക് മരുന്ന് വേണോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ, ഉമ്മ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ നിങ്ങളുടെ എന്തോ വേദനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, നിങ്ങളത് ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത മക്കൾ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ള പറഞ്ഞ അങ്ങനത്തോളെ കുറിച്ച ഭാര്യക്ക് വഴിപ്പെടാ, ഉമ്മയെ അവഗണിക്കുകയും ചെയ്യാ. ചിന്തിക്കണം. ഖുർആൻ പറഞ്ഞ എന്താ ഉമ്മയെ കുറിച്ചെന്നറിയോ? സൂര്യൻ എന്നാണ്. സൂര്യൻ. ഉമ്മ സൂര്യൻ തന്നെയല്ലേ? ഉമ്മ ഇല്ലെങ്കിൽ നമുക്ക് ആ വാപ്പുണ്ടോ? ഉമ്മ ഇല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരുണ്ടോ? ഇല്ല. എവിടെയാണ് അല്ലാഹു അത് പറഞ്ഞത്? യൂസുഫ് അലൈഹിസ്സലാം പിതാവായ യാക്കൂബ് നബിയോട് താൻ കണ്ട ഒരു സ്വപ്നം പറയുന്നത്, യാ അബതി ഇന്നി റഅയ്തു 11 കൗകബാ والشمس والقمر رأيتهم لي ساجدين യാ അബതി എന്റെ പിതാവേ ഇന്നി റഅയ്തു 11 കൗകബാ ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. വശംസ വൽ ഖമർ ഞാൻ സൂര്യനെ കണ്ടു, ഞാൻ ചന്ദ്രനെ കണ്ടു. എന്തായിട്ട് കണ്ടു? റഅയ്തുഹും ലീ സാജിദീൻ എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്.